എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഡയറക്ടർ, സംവിധായകൻ വിപിൻ ദാസ്, ജയ സംവിധാനം ചെയ്ത ആളാണ്. വിപിൻ ചേട്ടന് ഫാമിലി ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അച്ചു ആണ് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ. വിപിൻ ചേട്ടനെ കൊച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹാരിസ് ക എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഇതിൽ അനിയനായിട്ട് അഭിനയിച്ച സാഫ്, കൂട്ടുകാരനായിട്ട് അഭിനയിച്ച സിജു, കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ആഷിഖ്, അതുപോലെ അഴകിയ ലൈല, കല്യാണം നടത്തി കൊടുത്ത അഖിൽ, പട്ടിശാസ്ത്രൻ സൈക്കോ ജോർജ്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്ര നിറഞ്ഞ സദസ്സിൽ എല്ലാവരും വന്ന് ഇങ്ങനെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിനിമയിലെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിന്റെ വിപിൻ ചേട്ടൻ, അദ്ദേഹമാണ് ജയ ഡയറക്ട് ചെയ്ത ആളാണ് വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടന്റെ 4ാമത്തെ സിനിമയാണത്. ഇത് വിപിൻ ചേട്ടന്റെ വൈഫാണ്. ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ് അശ്വതി. ഇത് വിപിൻ ചേട്ടന്റെ മോള് ഇഷക്കുട്ടി. അഴകിയ ലൈല ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അനിയനായിട്ട് അഭിനയിച്ച സാഫ്, ഇത് ആഷിഖ്, കൂട്ടുകാരനായിട്ട് അഭിനയിച്ചാണ്. ഇത് സിജു സണ്ണി, മറ്റൊരു സുഹൃത്ത്. സൈക്കോ ജോർജ്, ജോമൻ, ഗിളി സയൻസ് ജോമൻ. കണ്ടില്ല, എനിക്ക് ആരെ സഹായപ്പെട്ടു. പിന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് ക, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡോണിന്റെ ശരവണന്റെ ഡോണിന്റെ വലങ്കൈ, അത് വലങ്കൈ അപ്പുറത്ത് റിനിച്ചേട്ടൻ. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും എല്ലാവരും ഒരുമിച്ച് ഇവിടെ തിയേറ്ററിൽ വന്ന് ഇങ്ങനെ താങ്ക് യു. ആദ്യം ഒരു ബൈക്ക് എടുക്കാം. നമസ്കാരം. താങ്ക് യു. സിനിമ നിറഞ്ഞ സദസ്സുകളിൽ ഓടുന്നു. ഭയങ്കര സന്തോഷം. തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കൂടുതൽ സന്തോഷം. ഭയങ്കര പാക്ഡായിട്ട് ആൾക്കാർ എല്ലാവരും, ചെറിയ കുട്ടികളും മുതിർന്ന ആൾക്കാർ വരെ സിനിമ ഒരുമിച്ച് വന്നിരുന്ന സിനിമ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് കുറേ സമയമെടുത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. കുറേ കാലത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി അതെല്ലാം ഇങ്ങനെ പേ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. പ്രേക്ഷകരുടെ അഭിപ്രായം നേരിട്ട് അറിഞ്ഞപ്പം എങ്ങനെയുണ്ട്? നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ശരിക്കുള്ള ഗ്രൗണ്ട് ലെവൽ എന്താണെന്ന് നമുക്ക് അറിയുന്നത്. അപ്പോൾ ആൾക്കാർ കൈയടിച്ചിട്ടാണ് സിനിമ കാണുന്നത്. അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ഇത് മനസ്സിലാവില്ല. നമ്മൾ കുറേ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കും ഒക്കെ ചെയ്ത് മിക്സിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് ഈ സിനിമ ശരിക്കും. രാജുവേട്ടൻ വിളിച്ചിട്ടുണ്ടാ പറഞ്ഞത് പടം കണ്ടോ? രാജുവേട്ടൻ പടം റിലീസിൻ്റെ മുമ്പ് കണ്ടു. റിലീസിന് ശേഷം ഞാൻ റിലീസിന് ശേഷം കണ്ടിട്ടില്ല. ഷൂട്ടില്ല. കമന്റുകളിലെല്ലാം ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയാണ് സൂപ്പർ സ്റ്റാർ. എന്താ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പം ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലിന് വിഷമമായിട്ട് അവൻ എന്താ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പം ഒറ്റയ്ക്കിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പറ്റി കണ്ടായിരുന്നു പുള്ളി പടം കണ്ടോ? അവൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു താല്പര്യം ഇല്ല. ഓക്കെ.
കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. നമുക്കിനി എന്തെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞായിരുന്നു. നമുക്കിനി മീഡിയാസ് ഒന്ന് പ്ലീസ് 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 ഇനി ഒരു ഗ്യാപ്പ് കൊടുക്കും പ്ലീസ് 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 ഇനി ഒരു ഗ്യാപ്പ് കൊടുക്കും പ്ലീസ് പ്ലീസ് ഇവിടെ ഒന്ന് പ്ലീസ് ഭയങ്കര സന്തോഷം. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണുന്നത്. ഇനി ഒന്നതിന് മുന്നേ പ്രേമലും ഒക്കെ വരുമ്പോഴാണ് ഒരു ആവേശത്തിനും അങ്ങനെ ഒരു നമ്മുടെ സിനിമയ്ക്ക് അതുപോലത്തെ ഒരു ക്രൗഡും അത് അവരുടെ ഓരോ അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതിലൊക്കെ ആദ്യമായിട്ടാണെന്ന് ഇത്രത്തോളം ഒരു സ്വീകാര്യത പ്രേക്ഷകർ തരുന്നത് ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം. നമ്മൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ നമ്മൾ അതൊക്കെ സക്സസ് ആവുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ബിക്കോസ് നമ്മളും കൂടെ പാർട്ടായിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. നമുക്ക് നമ്മളുടെ ഒരു സിനിമ അതുപോലെ എല്ലാവരും ആൾക്കാരെ സ്വീകരിക്കുമ്പോൾ ഇതുപോലെ എൻജോയ് ചെയ്യുന്നത് കാരണം വലിയ സന്തോഷം. ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ സിനിമയുടെ മെയിനായിട്ട് നടന്നിരിക്കുന്നത്. കാരണം കണ്ടവരെല്ലാവരും അഭിപ്രായം പറയുന്നു, ഇഷ്ടപ്പെടുന്നു, അവർക്ക് ചിരിക്കുന്നു, അവർക്ക് ഫാമിലിയായിട്ട് പോയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ പബ്ലിസിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ചിത്രം കണ്ടപ്പോൾ ഇത്ര പ്രേക്ഷകരോട് ഇത്ര ഹാപ്പിനെസിനെ കുറിച്ച് എന്താ പറയുക? മനസ്സിലായില്ല. ഈ ഒരു ചിത്രം കണ്ടപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ല ഹാപ്പിനെസ് ആണ്, അതിനെ കുറിച്ച് എന്താണ് പറയുക? അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു കോമഡി സിനിമ എടുക്കുന്നത്. കോമഡി സിനിമ എടുക്കുമ്പോൾ അത് ആൾക്കാർ ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സിനിമയാണ്. അപ്പോൾ അവർക്ക് നല്ല ഹാപ്പി ആവുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുന്നത്. ഓക്കെ താങ്ക് യു സിനിമ കണ്ടാൽ മതിയില്ല സന്തോഷം. ഓക്കെ, ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അതുള്ള എനിക്ക് അത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാര്യം സിനിമ തിയേറ്ററിൽ നിറഞ്ഞ് കാണുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു ട്രെൻഡാണ് പഴയ സോങ്ങുകൾ വീണ്ടും കൊണ്ടുവരുന്നത്. അപ്പം ഈ സിനിമയിൽ അത്തരത്തിലൊരു സോങ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വീണ്ടും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് പണ്ട് പോലെ ചെയ്യുന്നുണ്ട്. 2016 ഫസ്റ്റ് മൂവി മുതൽ ഇതുണ്ട്. ഞാനത് പുതിയ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കത് യൂസ്ഡാണ്. അതിപ്പോൾ ട്രെൻഡിങ് ആയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പണ്ട് പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു പുതിയമായി തോന്നി. പൃഥ്വിരാജ് ആരാധകരൊക്കെ പറയുന്നത് രാജുവേട്ടന് കോമഡി ചെയ്യാൻ പറ്റില്ലെന്നുള്ള പറയുന്നവരുടെ വായടപ്പിക്കുന്ന സിനിമയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് നന്നായിട്ട് കോമഡി ചെയ്യാനും പറ്റും. നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന പോലെ വർക്കാവുന്നതാണ് തോന്നുന്നത്. എന്താ പറയുക, ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് കോമഡി ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജാണെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ അങ്ങനെ സംശയമേ വേണ്ട. ഈ രാജുവേട്ടൻ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞത് കോമഡി എനിക്ക് അധികം ചെയ്യാൻ പറ്റത്തില്ല, ഞാനതുകൊണ്ട് ഡയറക്ടറിനെ പുള്ളി ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ പുള്ളിയുടെ ഇൻപുട്ട് എന്തായാലും ഉണ്ടാവും. രാജുവേട്ടൻ്റെ ഒരു റെസ്പോൺസ് എന്താണ്? രാജുവിന് ഇഷ്ടപ്പെട്ടു സിനിമ. രാജുവിന് ഇഷ്ടപ്പെട്ടു സിനിമ. ഒരു സിനിമ ഞാൻ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയുന്നത്? ഈ പറഞ്ഞ പോലെ ഉണ്ടാവും. ഭയങ്കര ചില്ലി ചെയ്ത് വന്ന് കാണുക. വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേയ്സ് ആണ് പോകുന്നത്. അതൊക്കെ ആ രീതിയിൽ തന്നെ ഒരു പടം കണ്ടാൽ എന്താ